ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ ഇരിങ്ങാലക്കുട കുടൽമാണിക്യ ഉത്സവം കാണാനായിട്ട് പോയതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ 2-3 ദിവസത്തെ വീഡിയോസുകളാണ്. അപ്പോൾ ഒന്ന് എന്താ പറയുക, സിസ്റ്ററിലോ വന്നപ്പോൾ അവരുടെ കൂടെ എന്താ പറയുക നമ്മൾ കുടൽമണി ഉത്സവത്തിന് പോയതും, പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ കാരൂർക്ക് പോയി, അമ്മയുടെ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഞാനും വിക്രമും മാത്രം ഉണ്ടായിരുന്നു. കുട്ടികളും അവിടെ കാരൂർ നിന്നപ്പോൾ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് കുടൽമണിക്കത്ത് പോയി ഒന്ന് ഉത്സവമൊക്കെ കണ്ട് പോന്നിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ കാണും. ഈയിടെ വീഡിയോസുകൾ എന്താ പറയുക, എനിക്ക് കുറച്ച് പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വീഡിയോസ് എനിക്ക് എപ്പോഴും ഇടാൻ പറ്റാത്തത്. എന്തായാലും അതൊക്കെ ശരിയായി നമുക്ക് സമയം എടുക്കും. അപ്പോൾ എല്ലാം ശരിയായി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ചില മൊമെൻറ്റ്സുകൾ നമ്മളിങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോസ് കിട്ടാം. വീഡിയോ വരുമ്പോൾ എന്തായാലും ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം 11 ദിവസമാണ് നമ്മുടെ കൂടൽമാണിക്യ ഉത്സവം എന്ന് പറയുന്നത്. മെയ് 8-ാം തീയതി തുടങ്ങി മെയ് 18-ാം തീയതിയാണ് തീരുന്നത്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക, അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വീഡിയോ വരുന്നത്. അപ്പോൾ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കുറേ കാഴ്ചകൾ, എക്സിബിഷൻസ് ഉണ്ട്. വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ എക്സിബിഷനുകളുണ്ട്. അപ്പോൾ അതും പിന്നെ നമ്മൾ അകത്തേക്ക് ഇപ്രാവശ്യം അമ്പലത്തിൻ്റെ അകത്തേക്ക് ഞങ്ങൾ പോയില്ല. പിന്നെ മേളം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്രാവശ്യം കാണാനായിട്ട് നിന്നില്ല. ഈ ഒന്നാമത് ഒരു പേടി, അത് എന്താ പറയുക, ഒരു ഭയം. അത് കുറേ നാളുകൾക്ക് മുന്നേ ഉള്ള ഒരു ഭയമാണ്. എന്നാലും എന്താ പറയുക, ചില സമയത്ത് ഇപ്പോൾ ഈ കൊല്ലം മാത്രം മേളം അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ കഴിഞ്ഞവരൊക്കെ ഒരു പ്രാവശ്യം പോയി കണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടുള്ളൊരു ഭയമാണ്. അത് തന്നെ അതിനൊന്നും കാണാനായിട്ട് നിൽക്കാറില്ല. ആനയൊക്കെ എഴുന്നള്ളിച്ച് നിൽക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും, പുറത്തെ കാഴ്ചകളും അതുപോലെ തന്നെ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങോട്ട് പോരും, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഉത്സവം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നത്, അതായത് രംഗയുടെ മക്കളാണ്, പെങ്ങളുടെ മക്കളാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കൊടകര പോയി തട്ടുകടയിൽ ദോശ കഴിച്ചത്. അതിനുശേഷം പിന്നെ എല്ലാവരും പിരിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കാരൂർക്ക് പോയി അമ്മയുടെ അവിടെ കൂടി, കുട്ടികളവിടെ നിന്നു. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ കാണും കേട്ടോ. പിന്നെ മറക്കാതെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഞങ്ങളുടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മിക്സ് ആയിരുന്നു ഗായ്സ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുകയാണ്. പറ്റിക്കപ്പെട്ടു. പാക്കറ്റ് തുറന്നപ്പോഴാണ് പൊടി. പറ്റിക്കപ്പെട്ടില്ല, ശരിക്കും നമ്മൾ വായിച്ചു നോക്കിയില്ല. ഇത് മിക്സ് ആയിരുന്നു. ഞങ്ങൾ ഇൻസ്റ്റന്റ് ഗുലാബ് ജാമുൻ വരെ കണ്ടുള്ളൂ. രണ്ടുപേരും കൂടി ഇവിടെ പണി. ശരിക്കും കുടിക്കും. ഒരെണ്ണുള്ളൂ അല്ല, 2 ഗുലാബ് ജാമുൻ ഇട്ട് എടാ വിടാ പൊക്കോ പോണ്ടയോ. വലുതൊന്നും ഇത്ര സോഫ്റ്റ് ഇതായിട്ടില്ലല്ലോ.
ഇത് പിന്നെ ഞാനും വിക്രമനും കൂടി ഒരു ദിവസം നമ്മൾ കൂടൽമാണിക്യത്തിൽ പോയപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ. ഇപ്രാവശ്യം എക്സിബിഷനിൽ മരണക്കിണർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ബൈക്ക് ഇങ്ങനെ ഓടിച്ച് കാറൊക്കെ ഓടിക്കുന്നത്, അങ്ങനത്തെ സംഭവം ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അതില്ല. അതിന് പകരം ഗോസ്റ്റ് ഹൗസും പിന്നെ എന്തോ ഡിസ്നി ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ പിന്നെ വേറെ പുതിയതായിട്ട് ഞാൻ കണ്ടത് എന്താ, ഒരു സർബത്ത് കടകൾ, അങ്ങനെയൊക്കെ കുറേ പുതിയ സംഭവങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ പറമ്പിൽ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോസുകളൊക്കെ കാണാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഓക്കെ, പോരാത്തതിന് നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.